ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചയ്ക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ആദ്യ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുമെന്ന് പ്രതിനിധി സംഘം. ചിറയൻകീഴ്, വടകര ഉൾപ്പെടെ രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച നിലയിൽ തുടരുന്നതായി SBI റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഗാസയിലെ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ UK നിർത്തിവച്ചു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി വിദേശ പര്യടനം നടത്തുന്ന സർവകക്ഷി പ്രതിനിധികളുടെ ആദ്യ സംഘം ഇന്ന് യാത്ര തിരിച്ചു. JDU അംഗമായ സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ് ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുന്നത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് നയതന്ത്ര സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭീകരവാദം പാകിസ്ഥാൻ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ശ്രീ സഞ്ജയ് ഝാ മാധ്യമങ്ങളോട് പറഞ്ഞു. 9 जो टारगेट्स थे पाकिस्तान में, जहां से जैसे मोहम्मद लश्कर तैयबा का मेन हेडक्वार्टर था, उसको डिमोलिश किया. डीप इनसाइड भावलपुर तक जाकर के टेररिस्ट कैंप को खत्म किया. जहां हम लोग जा रहे हैं ये बता कि पूरा दुनिया में जहां आतंकवाद होता है उसका जो रूट है वो पाकिस्तान है. पूरा वहां की सरकार और वहां का आर्मी वहां पर इन्वॉल्व है. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ പര്യടനത്തിലൂടെ സാധിക്കുമെന്ന് സംഘാംഗമായ ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളോട് പറഞ്ഞു. ജപ്പാനിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെയുള്ള ഗവൺമെന്റ് പ്രതിനിധികള്, മന്ത്രിമാര്, പാർലമെന്റ് അംഗങ്ങള്, സിവിൽ സൊസൈറ്റി, തിങ്ക് ടാങ്ക്, മാധ്യമങ്ങള്, അക്കാഡമിഷ്യൻസ്, ഇന്ത്യയുടെ ഒരു സന്ദേശം അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് അടിവരയിടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ലോകം ഈ ഒരു ഘട്ടത്തില് ഇന്ത്യയുമായിട്ട് കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘവും ഇന്ന് UAE, ലൈബീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിക്കും. കനിമൊഴി കരുണാനിധി നയിക്കുന്ന സംഘം നാളെയാണ് യാത്ര തിരിക്കുന്നത്. 59 MPമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിലാണ് അടുത്ത മാസം 5 വരെ സന്ദർശനം നടത്തുക. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകൾക്ക് പുറമെ മാഹി റെയിൽവേ സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ചടങ്ങ് നടക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1300ഓളം റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് അമൃത് ഭാരതിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്. കൂടുതൽ സൌകര്യങ്ങളോടെയുള്ള വിശ്രമമുറി, ശൌചാലയങ്ങൾ, ടിക്കറ്റ് കൌണ്ടറുകൾ, പ്ലാറ്റ്ഫോം എന്നിവയ്ക്ക് പുറമെ ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ, പാർക്കിംഗ് യാർഡ് എന്നിവയും ഇതിന്റെ ഭാഗമായി നവീകരിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ 7 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയത്. വിശാലമായ വാഹന പാർക്കിങ്ങും സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മാറ്റവുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 3 ഏക്കറോളം വരുന്ന ചിറയൻകീഴിലെ റെയിൽവേ ഭൂമിയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ഒരേ സമയം 500ഓളം വാഹന പാർക്കിങ്ങിന് ഇവിടെ സൗകര്യമുണ്ട്. ടിക്കറ്റ് വിതരണ കേന്ദ്രം, വിശ്രമമുറി, ശൌചാലയങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം തുടങ്ങിയ നിരവധി പ്രവൃത്തികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. റെയിൽവേ, റോഡ്, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ നിർണായക വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ബിക്കാനീർ മുംബൈ എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും ശ്രീ മോദി നാളെ നിർവഹിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ
മെച്ചപ്പെട്ട നിലയിൽ തുടരുന്നതായി SBI റിപ്പോർട്ട്. 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ GDP വളർച്ച 6.4 മുതൽ 6.5% വരെ എത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2026 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.2%-മായും 2027 6.5%-മായും ഉയരുമെന്ന് ആഗോള ധനകാര്യ സേവന കമ്പനിയായ മോർഗൻ സ്റ്റാൻലിയും വ്യക്തമാക്കി. 2026 സാമ്പത്തിക വർഷത്തിൽ 6.1%-വും 2027 6.3%-വുമാണ് മോർഗൻ സ്റ്റാൻലി മുൻപ് പ്രവചിച്ചിരുന്നത്. അട്ടാരി, ഹുസൈനിവാല, സദ്കി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിന് ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ഇന്തോ പാക് സംഘർഷത്തെ തുടർന്ന് ഈ മാസം 8 മുതൽ നിർത്തിവെച്ച ചടങ്ങ് ഇന്നലെയാണ് പുനരാരംഭിച്ചത്. എന്നാൽ പരേഡിനിടെ ഗേറ്റുകൾ തുറക്കില്ല. ഹസ്തദാന ചടങ്ങും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിൽ ഉണ്ടായ അപാകത അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. കൂരിയാടിനും കുളപ്പുറത്തിനുമിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. അതേസമയം കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 നിന്ന് ചെളിയും മണ്ണും സമീപത്തെ വീടുകളിൽ ഒഴുകിയെത്തിയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ന്യൂഡൽഹിയിലെ വീർഭൂമിയിലെത്തി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ദേശീയ ഭീകരവിരുദ്ധ ദിനമായാണ് രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനം രാജ്യം ആചരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ, ബിജാപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിൽ സുരക്ഷാസേന 2 ദിവസമായി നടത്തിവരുന്ന ദൌത്യത്തിനിടെ 20ഓളം നക്സലുകൾ കൊല്ലപ്പെട്ടു. അബുജ്മാത് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പഞ്ചാബിലെ അമൃത്സറിൽ ഇന്നലെ അതിർത്തി സുരക്ഷാസേന ഒരു പാക് നുഴഞ്ഞുകയറ്റക്കാരനെ പിടികൂടി. അന്താരാഷ്ട്ര അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാലവർഷം അടുത്ത 4 ദിവസത്തിനിടെ കേരളത്തിലെത്തുമെന്നും കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. മെയ് 29നും ജൂൺ 2നും ഇടയിൽ താപനില 55 ഡിഗ്രി സെൽഷ്യസായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന സമൂഹമാധ്യമ പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്രം. സർക്കാർ അത്തരമൊരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കായി കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗാസയിലെ സൈനിക നടപടികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ UK നിർത്തിവെച്ചു. ഇസ്രായേൽ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചതിനു പുറമെ ഇസ്രായേലിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഉപരോധവും ഏർപ്പെടുത്തി. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികൾ അപലപനീയമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. പലസ്തീനിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചതായും അദ്ദേഹം വിമർശിച്ചു. അമേരിക്കയിൽ $175 ബില്യൺ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം സജ്ജീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബഹിരാകാശത്ത് നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ തൊടുക്കുന്ന ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനമാണിത്. 2029ഓടെ ഗോൾഡൻ ഡോം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ട്രംപ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 288 പോയിന്റ് ഉയർന്ന് 81,475-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,772-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 220 രൂപ ഉയർന്ന് 8,930 രൂപയും പവന് 1,760 രൂപ വർദ്ധിച്ച് 71,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചയ്ക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ആദ്യ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുമെന്ന് പ്രതിനിധി സംഘം.
ചിറയൻകീഴ്, വടകര ഉൾപ്പെടെയുള്ള രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച നിലയിൽ തുടരുന്നതായി SBI റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഗാസയിലെ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായുള്ള വ്യാപാര ചർച്ചകൾ UK നിർത്തിവച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.